ഓഡിയോയ്ക്ക് 6 ലക്ഷം രൂപ പുറത്ത് നമുക്കായിട്ടുണ്ട്. 6 ലക്ഷം രൂപ പുറത്തായിട്ടുണ്ട്. 6 ലക്ഷം അല്ല, 6 ലക്ഷം രൂപ മുകളിലായിട്ടുണ്ട്. 16 ലക്ഷം രൂപ വണ്ടിക്ക് മാത്രമായിട്ടുണ്ട്. പിന്നെ വർക്ക് എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേനും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 30 ലക്ഷത്തി മേളിൽ ആയിട്ടുണ്ട്. ഇവിടെ ഈ വണ്ടി അന്വേഷിച്ച സമയത്ത് നോർമലി കേരള വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 23 ലക്ഷം പ്ലസ് ആണ്. ഇത് ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ് ഇവിടെ. അതേസമയം നമ്മൾ ഈ ഡോറിൽ ഡാമ്പ് ചെയ്ത ഡോറാണ്. ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ മാറ്റം കിട്ടും. എനിക്ക് തോന്നുന്നു DSPക്കൊക്കെ ഒരു 70 പുറത്ത് 70,000 രൂപ മുകളിൽ വില. ഇതെല്ലാം ഒരു സാധനത്തിൻ്റെ റേറ്റാണ് പറഞ്ഞത്. ഇതുപോലെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ പുതിയൊരു മോഡലിന് ഒത്തിരി എനിക്ക് വലിയൊരു കമ്പം തോന്നിയില്ല, അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഒരു വിശാഖ്, ഇത് എൻ്റെ സ്ഥലം പന്തളമാണ്. ഇത് എൻ്റെ 2014-15 മോഡൽ ഫോർച്യൂണർ മാനുവൽ 4x4. ഇത് കേരള വണ്ടിയല്ല, ഡൽഹി വണ്ടി. ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് ചെയ്ത വണ്ടിയാണ്. സ്റ്റോക്ക് വണ്ടിയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. എന്നുവെച്ചാൽ വണ്ടി ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വണ്ടി എങ്ങനെയാണോ ആ ഒരു സെയിം സെറ്റപ്പിൽ ഇരുന്ന വണ്ടിയാണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു കൺസെപ്റ്റിലോട്ട് മാറ്റിയെടുത്താണ് മൊത്തം. നമ്മളിവിടെ ഈ വണ്ടി അന്വേഷിച്ച സമയത്ത് നോർമലി കേരള വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 23 ലക്ഷം പ്ലസ് ആണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഓരോ വണ്ടി ഈ മോഡലിന് ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ താത്തെടുത്തിട്ട് നമ്മൾ അത്യാവശ്യം പണിയാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലൊരു വർക്കാണ് ഉദ്ദേശിച്ചത് ആദ്യം. പിന്നെ പണിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ആയിപ്പോയി. ഇത്രയായി, നല്ല രീതിയിൽ ചെയ്തു വന്നപ്പോൾ അത്രയേ ഉള്ളൂ. വണ്ടിയുടെ മാത്രം വില നോക്കുകയാണെങ്കിൽ 16 ലക്ഷം രൂപ വണ്ടിക്ക് മാത്രമായിട്ടുണ്ട്. അത് പിന്നെ വർക്ക് എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേനും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 30 ലക്ഷത്തി മേളിൽ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലോട്ട് മൊത്തം മാറി വരാൻ അത്രയായിട്ടുണ്ട്. അത്രേ. അല്ലല്ല, രജിസ്ട്രേഷൻ ഇവിടെ വന്നപ്പോഴത്തേന് അതിൻ്റെ കൂടെ പ്ലസ് ഒരു 3 ലക്ഷം രൂപ എനിക്ക് ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ കളർ ചേഞ്ച് ചെയ്തായിരുന്നു, അതിൻ്റെ കോസ്റ്റും പിന്നെ നമ്പർ എടുത്തു, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി എനിക്ക് അത്ര ആയിട്ടുണ്ട്. ടാക്സ് പ്ലസ് ഇത്രയും വന്നിട്ടുണ്ട്. അല്ല, ആദ്യം ഞാൻ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നോർമൽ ഇവിടുത്തെ നമ്പർ എടുത്തു, രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് കളർ മാറ്റി, അങ്ങനെയാണ് ഇങ്ങോട്ട് മാറ്റി. ആദ്യം നമ്മൾ സ്റ്റോക്ക് വണ്ടി എങ്ങനെയാണോ വന്നത് അതുപോലെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞ് അവർ അപ്രൂവൽ ചെയ്തു. അപ്പം തന്നെ നമ്മളെ വണ്ടിക്കകത്ത് വലിയ വർക്കും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് കൊണ്ട് കാണിച്ചതേ ഉള്ളൂ. അവിടെ നമ്മുടെ ഒരു ബ്രദറുണ്ട്, പുള്ളിക്കാരനാണ് വണ്ടി നമുക്ക് ഇവിടെ, പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെ. ഇതിൻ്റെ നമ്പരും എല്ലാം സെയിം തന്നെ ആയിരുന്നു. ഈ വണ്ടിയുടെ നമ്പറിനകത്ത് ഞാൻ പഴയ ഫോട്ടോ കാണിക്കാം, അതിനകത്തുണ്ട്. ഇതിൻ്റെ നമ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR26 CM 4400 എന്നായിരുന്നു ഇതിൻ്റെ വണ്ടി നമ്പർ, പഴയ നമ്പർ. ഞാൻ എടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ നമ്പർ ഞാൻ KL26, എനിക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ വരുന്നത് 26 തന്നെ. അപ്പോൾ KL26N 4400 ആക്കി. ഞാൻ നോർമലി ഇപ്പോൾ വണ്ടി നോക്കി വന്നപ്പോൾ ഇവിടുത്തെ റേറ്റ് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്നിട്ടും എനിക്ക് പക്ഷെങ്കിൽ 16 ലക്ഷം വണ്ടിക്കും പിന്നെ ഇവിടുത്തെ ടാക്സും എല്ലാം കൂടെ ഒരു 3 വന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 19 എനിക്ക് വന്നുള്ളൂ. അപ്പം ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് 23 ലക്ഷത്തിന് മേളിലോട്ടാണ് വണ്ടി ഇവിടെ ഉള്ളത്. അത് ലോ കിലോമീറ്റർ വണ്ടിയൊന്നുമില്ല. ഈ വണ്ടി ആകെ 80 സംതിങ്ങേ ഓടിയിട്ടുള്ളൂ. ഇവിടെ കിടക്കുന്ന വണ്ടിക്കൊക്കെ 2 ലക്ഷം കിലോമീറ്റർ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. സെക്കൻഡ് ഓണർ, തേർഡ് ഓണർഷിപ്പിലൊക്കെ കിടക്കുന്ന വണ്ടികളാണ്. 2-3 ഫ്രണ്ട്സിന് വണ്ടിയുണ്ട്, ഫോർച്യൂണർ തന്നെ എല്ലാവർക്കും ഉള്ളത്. ഒരെണ്ണം ഒരു 2010 വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ 15 വണ്ടിയുണ്ട്, പിന്നെ 13 വണ്ടിയുണ്ട്, അങ്ങനെ 2-3 വണ്ടികളുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞ് വലിയ എന്ന് വെച്ചാൽ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, സർവീസ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും വലുതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിനകത്തോട്ട് പോയത്. പിന്നെ വലുതായിട്ട് എന്നാ പറയുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ പണിയാൻ പറ്റിയൊരു വണ്ടിയാണ്. എല്ലാ രീതിയിലും പണിഞ്ഞ് നമുക്ക് കൊണ്ട് നടക്കാം. പിന്നെ വലിയ മെയിൻ്റെനൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് നോക്കിയത്. പിന്നെ മൈലേജ് വരുന്നത് നമുക്ക് നോർമലി എന്നാ പറയുന്നത് ഒരു 13-14 ആ ഒരു റേഞ്ചൊക്കെ. ഈ 14 ഈ ഒരു നമ്മൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ 14 കിട്ടും. 2017 മോഡലൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ 24 രൂപ 25 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടും. അത് നോക്കാണ്ട് ഇത് തന്നെ എടുക്കാനുണ്ടായ ഒരു അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതോ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ പുതിയൊരു മോഡലിന്
ഒത്തിരി എനിക്ക് വലിയൊരു ഇത് കമ്പം തോന്നിയില്ല അതിനോട്, ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല എനിക്ക്. ഇപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നോർമലി ഫോർച്യൂണറുണ്ട്, എല്ലാം പഴയ വണ്ടി ഉള്ള ആൾക്കാരാണ്. അപ്പം ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും ആ വണ്ടിക്ക് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് നോർമലി എന്താ പറയുക പുതിയ വണ്ടിയിലോട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഈ ഒരു വണ്ടിയോടാണ് ഈ ഒരു എന്നാ പറയുന്നത് മോഡലിനോടൊരു കമ്പം തോന്നിയോടാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ മോഡൽ നിർത്തിപ്പോയതാണ്. പുതിയ മോഡൽ നമുക്ക് എപ്പം വേണേലും എടുക്കാം. പിന്നെ അത് നമുക്ക് ഇപ്പം എല്ലാം കൂടെ ഒരു ഇതിനകത്ത് നിൽക്കണം. ഒത്തിരി ഇപ്പം എത്ര ഇപ്പോഴത്തെ പുതിയ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് എടുക്കുവാണെങ്കിൽ എങ്ങനെയും അതിൽ ഒരു 20 മേളിലോട്ടാവും. അപ്പം അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം കൂടെ കയറുമ്പോഴത്തേന് ഇതിനകത്ത് കയറുന്നതിൻ്റെ ഇരട്ടി ചാർജ് ആയിരിക്കും അതിന് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലാണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ വീലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി എന്നാ പറയുന്നത് അതിൻ്റെ 18 ഇഞ്ചാണ് വീല് വരുന്നത്. അപ്പോൾ 18 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെതായ ഇത് പ്രൈസ് കൂടും, വീലിന് പ്രൈസ് കൂടും, ടയറിന് റേറ്റ് കൂടും, സസ്പെൻഷൻ അപ്പം എന്നാ പറയുക സസ്പെൻഷൻ പിന്നെ ഏത് വേണേലും ഈ ഫോർച്യൂണർ നല്ല സെയിം ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏത് വേണേലും നമുക്ക് ഇടാമെന്ന് തോന്നുന്നു. അപ്പം ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നിനും റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നമുക്കൊരു ബഡ്ജറ്റ് ഇട്ട് അതിനകത്തൊന്ന് ഒതുക്കി ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്താൽ പക്ഷെങ്കിൽ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് റേറ്റ് കൂടിപ്പോയി. ബ്രോ ഇപ്പം 15 ലക്ഷം രൂപയോളത്തോളം നമ്മൾ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും എമൗണ്ട് ആവാൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ മെയിൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഡിയോ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓഡിയോയ്ക്ക് 6 ലക്ഷം രൂപ പുറത്ത് നമുക്കായിട്ടുണ്ട്. 6 ലക്ഷം രൂപ പുറത്തായിട്ടുണ്ട്. 6 ലക്ഷം അല്ല, 6 ലക്ഷം രൂപ മുകളിലായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ ഓഡിയോ വരുന്ന മൊത്തം നമ്മൾ മാറ്റി, എന്നിട്ട് ഹെഡ് യൂണിറ്റ് സ്പീക്കേഴ്സ് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് നമ്മളിപ്പം ആമ്പ് എല്ലാം വന്നിരിക്കുന്നത് മുസ്വയാണ്. പിന്നെ DSP ഉണ്ട്, അതും മുസ്വയാണ്. പിന്നെ ഇതിനകത്ത് ഈ സെപ്പറേറ്റ് ബ്ലൂടൂത്ത് ഡോങ്കിൾ, പിന്നെ വണ്ടി ഫുള്ള് നമ്മൾ ഡാമ്പ് ചെയ്തു. ഇത് നമ്മുടെ നോർമൽ ഒരു ബോഡിയിൽ നമ്മൾ കൈ കൊണ്ട് തട്ടുമ്പോൾ സൗണ്ടാണ് ഇത് ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ് ഇവിടെ. അതേസമയം നമ്മൾ ഈ ഡോറിൽ ഡാമ്പ് ചെയ്ത ഡോറാണ്, ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ മാറ്റം കിട്ടും. നല്ല രീതിയിൽ അത് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളിയിലുള്ള നോയ്സ് ഒന്നും നമുക്ക് അകത്തോട്ട് കേൾക്കത്തില്ല. അകത്തുള്ള നോയ്സ് വെളിയിലോട്ട് അറിയത്തില്ല, വലുതായിട്ട് അറിയത്തില്ല. ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം ഈ സാധനം ചെയ്യുന്നതുകൊണ്ട് ഡോറിനൊക്കെ നല്ല വെയിറ്റ് വരും, അത്യാവശ്യം ക്വാളിറ്റി ആവും. നിങ്ങളിപ്പോൾ ഈ നോർമൽ ഈ പീസും കൂടെ നോക്കി കഴിയുമ്പം ഇതിന് അത്യാവശ്യം എന്നാ പറയുന്നത് വെയിറ്റ് ഉണ്ട്. ഈ ഒരു ഡോറുകൾക്കെല്ലാം നല്ല വെയിറ്റ്, ഡിക്കിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അതിനകത്തെല്ലാം നമ്മൾ ഡാമ്പ് ചെയ്ത്, അത് ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡാമ്പിങ് എന്ന് പറഞ്ഞ ഒരു എന്നാ പറയുക നമ്മൾ സൗണ്ട് വെളിയിലോട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ. അതിന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എല്ലാം മോക്കോടെ ഡാമ്പിങ് ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ സാധനത്തിന് മാത്രം എങ്ങാണ്ട് 50,000 രൂപ പുറത്ത് ഈ ഷീറ്റിന് മാത്രമായിട്ടുണ്ട്. ഇത് നമ്മൾ ഫുള്ള് വണ്ടിയുടെ ഈ ഒരു ഫുള്ള് ചെയ്തിട്ടുണ്ട്. അത് ഇൻസൈഡും ഔട്ട്സൈഡും ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് നമുക്ക് ഈ കൂടുതലും ഈ സ്പീക്കർ സിസ്റ്റം ചെയ്ത വണ്ടിക്കകത്തൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ സ്പീക്കറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ബോഡിക്ക് വൈബ്രേഷൻസ് വരും. അപ്പം നോയ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ നോയ്സുകൾ വരാൻ തുടങ്ങും. അത് ഒഴിവാക്കാനും പിന്നെ നമ്മളകത്ത് എന്നാ പറയുന്ന ഒരു പാട്ടിട്ടേക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൗണ്ടിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വെളിയിലോട്ട് അറിയത്തില്ല. ഗ്ലാസ് ഫുള്ളിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു ഫുള്ളിടുവാണെങ്കിൽ ചെറിയൊരു സൗണ്ടേ ചിലപ്പോൾ വെളിയിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടി പിന്നെ പാട്ടിന് നല്ല ക്വാളിറ്റി ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സിസ്റ്റം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം പാട്ട് അകത്തിരുന്ന് കേൾക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് വരുമോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു നോയ്സ് വരുവാണെങ്കിൽ അതൊന്നും ഇതിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. നമുക്ക് മുസ്വയുടെ ആമ്പ്, പിന്നെ DSP, പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഡോങ്കിളുണ്ട്, പിന്നെ ക്രോസ് ഓവർ എല്ലാം കൂടാണ് ഇത് ഇത്ര ഈ സീറ്റിന് അടിയിൽ ചെയ്തിട്ട് ഇത്രയും സാധനങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു DSPക്കൊക്കെ ഒരു 70,000 പുറത്ത് 70,000 രൂപ മുകളിൽ വില ഇതെല്ലാം ഒരു സാധനത്തിൻ്റെ റേറ്റാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന സ്പീക്കർ ഇത് മോക്കോടെ സ്പീക്കറാണ് ബായ്ക്ക് ചെയ്തേക്കുന്നത്. ബായ്ക്ക് 2 സ്പീക്കർ മോക്കോയാണ്. പിന്നെ ഫ്രണ്ടിൽ ഇത്
ഫോക്കലിൻ്റെയാണ്. സ്പീക്കർ ഇത് ട്യൂട്ടർ അതിൻ്റെ തന്നെ. പിന്നെ ഹെഡ് യൂണിറ്റ് നമുക്ക് മോക്കോടെയാണ്. മോക്കോടെ അത്യാവശ്യം ഇവിടെ നാട്ടിൽ കിട്ടാവുന്നതിനകത്ത് ഏറ്റവും കൂടിയ ഒരു 64,000 രൂപ ഉണ്ട് അതിൻ്റെ വില. അതിന് ഫ്രണ്ടും ബാക്കും ക്യാമറ വരുന്നുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. ഇതെല്ലാം ഈ നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിന് കണക്ട് ചെയ്തേക്കുന്ന സാധനങ്ങളാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ ഫോണ് സെപ്പറേറ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്നാ പറയുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടി. അതാകുമ്പം DSP ഡയറക്റ്റ് നമുക്ക് ഡോങ്കിൾ വെച്ചിട്ട്, ബ്ലൂടൂത്തിൻ്റെ ഡോങ്കിളുണ്ട്, ഡോങ്കിൾ വെച്ച് നമ്മുടെ ഫോൺ പെയർ ചെയ്ത് കണക്ട് ചെയ്യാം. DSP ഡയറക്റ്റ്. അപ്പം നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിനകത്ത് കിട്ടും. ബ്രോ വണ്ടിക്കകത്ത് കയറിയിട്ട് നോർമൽ ഈ ഹെഡ് യൂണിറ്റിനകത്ത് ഒരു പാട്ട് ഇട്ടിട്ട് കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതൽ അങ്ങനെ ഇടുമ്പോൾ കിട്ടും. എന്ന് വെച്ചാൽ ഡയറക്റ്റാണ് പ്ലേ ചെയ്യുന്നത്. അങ്ങനെ അതിന് എനിക്ക് തോന്നുന്നു 18 രൂപ, ആ ഒരു ഡോങ്കിളിന് മാത്രം 18,000 രൂപ ആയിട്ടുണ്ട്. ഇത് നോർമലായിട്ട് നമ്മൾ നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ, ഇത്രയും വെയിറ്റ് ഉണ്ട്. ഇത് നമ്മൾ റോഫോർഡിൻ്റെ സബ്ബാണ് ഇത്. പക്ഷെങ്കിൽ ഈ നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന ഓഡിയോ ഒരു സാധനങ്ങളും ആവശ്യമില്ലാത്ത, എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു സബ്ബ് വെക്കുന്ന ഒരു എഫക്റ്റ് അല്ല ഈ സാധനത്തിന്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റോക്കായിട്ടുള്ളൊരു വണ്ടിക്ക് ഒരു സബ്ബ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എപ്പോഴും കിടന്ന് ചുമ്മാതെ ഉള്ള സാധനത്തിന് വരും ബൂം ബൂം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാതെ അരോചകമായിട്ടുള്ള ഒരു സൗണ്ട്. പാട്ട് ബ്രോ കേട്ടോ എല്ലാ സൗണ്ടും എടുത്തറിയുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അത് ഏത് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് നമ്മുടെ ചെവിയിൽ കിട്ടും. അതുപോലെ പിന്നെ സബ് ഇതൊന്നുകൂടെ ട്യൂൺ ചെയ്യാനുണ്ട്. ട്യൂൺ ചെയ്യുന്നതിന് മാത്രം 25,000 രൂപ. എന്ന് വെച്ചാൽ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓഡിയോ ട്യൂൺ ചെയ്യുന്നതിന് മാത്രം 25,000 രൂപ. പിന്നെ ഫിക്സിങ്ങിന് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 1.5 ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വണ്ടി മൊത്തം ഇളക്കും. വണ്ടി ഫുള്ള് സീറ്റ് ഉൾപ്പെടെ എല്ലാം ഇളക്കി ഫുള്ള് ഇട്ടിട്ട് ഫ്ലോറിൽ ഈ സാധനം ഡാമ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, അത് ഉരച്ച് അത് ഒട്ടിച്ച് ഇതിൻ്റെ റൂഫ് എല്ലാ ഡോറുകളുടെ ഔട്ട്സൈഡ് ഇൻസൈഡ് എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തതാണ്. നോർമലി നോക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് നോർമലി വണ്ടിയുടെ വട്ടം നടന്ന് നോക്കും. അപ്പം ഞാൻ പറയും ബ്രോ വണ്ടിക്കകത്തും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കയറ്റിയിരുത്തി പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം അവർ അതിനകത്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ഓ ബ്രോ ഇത് ഭയങ്കര കേട്ടോ, ഇത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾപ്പിക്കും. അയ്യോ നമുക്ക് ഞാനിപ്പോൾ ഫോണിനകത്ത് കണക്ട് ചെയ്ത് ഞാനൊരു ഡോങ്കിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തിൽ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് ഞാൻ പാട്ടിട്ട് കാണിക്കാം. ഇനിയിപ്പം നമുക്ക് ഈ സാധനം ഹെഡ് യൂണിറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് നോർമലി ഇനിയും ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് നോർമലി വേണമെങ്കിൽ നാവിഗേഷനോ അങ്ങനെ എന്തിനേലും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ആവശ്യമില്ല, അല്ലാതെ ഞാൻ ഓഫ് ചെയ്ത് നോക്കാം. ഹെഡ് യൂണിറ്റിൻ്റെ ആവശ്യമില്ല. ഇല്ല, അപ്പോൾ ഹെഡ് യൂണിറ്റ് ഓഫ് ചെയ്തേക്കുക. ഇനി നമ്മൾ ഫോണാണ് ഫുള്ള് ഒരു റിമോട്ട് പോലെ നമ്മൾ ഫോൺ വെച്ചിട്ട് ഈ സിസ്റ്റം ഫുള്ള് കൺട്രോൾ ചെയ്യാം. ഹെഡ് യൂണിറ്റിനകത്ത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പം വോളിയം മാത്രമേ കൺട്രോൾ നമുക്ക് ഫോണിനകത്ത് വോളിയം കൺട്രോൾ ചെയ്യാൻ, ഫോണിനകത്ത് പാട്ട് ചേഞ്ച് ചെയ്യാൻ എല്ലാം ഫോൺ വെച്ചിട്ടേ നടക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പം നോർമലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതിനകത്താണ് നമുക്ക് വോയിസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇത് പാട്ട് മാറ്റുന്നത് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇല്ല, ഇത് കണക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ട്യൂൺഡ് ആണോ? ഇത് DSP എന്ന് പറയുന്നൊരു സംഭവമാണ് ഇതിന്റെ ഫുള്ള് നിയന്ത്രിക്കുന്നത്. ഈ വണ്ടി അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ഡോങ്കിൾ വെച്ച് അത് സെറ്റ് ചെയ്തേക്കുക. നമ്മൾ ഈ കാണുന്ന സംഭവങ്ങൾ ഈ കളർ കണ്ടോ, ഈ കളറെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു ബർഗണ്ടിയിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്യുന്ന സീറ്റ് കവർ എല്ലാ കാര്യങ്ങളും നമ്മളാക്കി. പിന്നെ സ്റ്റിയറിങ് ഇത് നമ്മൾ ഒറിജിനൽ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തത്. അതിനകത്ത് കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത സാധനങ്ങൾ ഈ ഒരു പാനൽ, ഇവിടുത്തെ പാനൽ ഫുള്ള് ഡിപ്പ് ചെയ്തേക്കുക. ഇത് ഫ്രണ്ട് വരെ ഫുള്ള് ഡിപ്പ് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു പാനൽ ഫുള്ള് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ AC വിൻ്റെ ആ കപ്പ് ഹോൾഡർ, ഡോർ ഹാൻഡിൽ, ഫ്ലാപ്പ് ഡോറിൻ്റെ അത്, പിന്നെ ഇവിടെ ബാക്കിൽ എല്ലാ 4 ഡോറും എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫിൽ നമ്മൾ ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. തുടങ്ങാം. ഇത് നമുക്ക് ടിയാഡിയുടെ കിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബമ്പറാണ്.
ഇത് നമ്മൾ കിറ്റ് ആഡ് ചെയ്തേക്കും. അത് നമ്മൾ ഈ ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ കൊടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ ഫൈബറിനകത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ സാധനം നമുക്ക് നോർമലി ഷോറൂമിലൊരു ചെറിയൊരു എന്നാ പറയുന്നത് ഒത്തിരി കട്ടിയില്ലാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ പോലത്തെ സാധനമാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള നമ്മുടെ വണ്ടിക്കകത്ത് മാച്ചാവുന്ന രീതിയിൽ നമ്മളിത് ഒരു സ്പെഷ്യൽ വേണമെന്ന് തോന്നി നമ്മൾ എന്തായാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് ഇത്രയും നമ്മൾ ചെയ്തെടുത്തതാണ്. ഗ്രില്ലും നമ്മൾ എന്നാ പറയുന്നത് ഇത് സെപ്പറേറ്റ് നമ്മൾ എടുത്താൽ ഈ ഗ്രില്ലിനകത്ത് തന്നെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, 3 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഹെഡ് രണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് ഇത് കസ്റ്റമാണ് വരുന്നത്. ഇത് DRL വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ പ്രൊജക്ടർ, ഇൻഡിക്കേറ്റർ നോർമലായിട്ട് തന്നെയുള്ള. റൂഫിൽ ലൈറ്റ് ഹമ്മർ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് റൈനോടെ വീൽസ് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് റൈനോടെ ഈ ഒരു പാറ്റേൺ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ എടുത്തതാണ്. പിന്നെ ലിങ്ലോങ്ങിൻ്റെ 80യുടെ ടയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വീലിന് ടയറിനും കൂടെ ഒരു 2 രൂപയുടെ അടുത്ത് അതിന് വന്നിട്ടുണ്ട്. ഗ്ലാസ് നോർമലി നമ്മൾ ഗ്ലാസ് ബ്ലാക്ക് ആക്കി. കാര്യം എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് റെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതാവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ഇതിനകത്ത് കൊണ്ടുവന്നതാണ്. ഇത് ബ്ലാക്ക് ആക്കി നമ്മൾ ഡോറിൻ്റെ ഹാൻഡിലെല്ലാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിങ് പിന്നെ വരുന്നത് പുറയിലോട്ടാണ്. സ്പോയിലർ TRDയുടെ തന്നെ സ്പോയിലറാണ്. നമുക്ക് TRD കിറ്റിൻ്റെ കൂടെ വരുന്നത് തന്നെ. പിന്നെ നമ്മൾ ടെയിൽ ലാമ്പ് ഇത് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ നോർമൽ സ്റ്റോക്ക് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ്, പക്ഷേങ്കിൽ കസ്റ്റമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്ററും ബ്രേക്കും ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സോസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ടിപ്പ് വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. HKSൻ്റെ ഒരു ടിപ്പ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലെക്സസ് മോഡൽ വണ്ടികളിൽ ഇപ്പോൾ ലാൻഡ് ക്രൂയിസർ അങ്ങനെയുള്ള വണ്ടികളിൽ 2 ടിപ്പാണ് വരുന്ന കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇപ്പുറത്തോട് പറഞ്ഞ് അങ്ങ് വെച്ചതേ ഉള്ളൂ. ഇതും ഫേക്കാണ്, ചുമ്മാതിരിക്കുന്നതാണ്, അല്ലാതെ വർക്കിംഗ് അല്ല. എക്സോസ്റ്റ് നമ്മൾ വണ്ടിക്ക് അത് ചെയ്തിട്ടില്ല, ഇല്ല, മാറ്റം വരുത്തില്ല. ട്യൂൺ ചെയ്യണമെന്ന് ചെറിയൊരു ഇത് തോന്നുന്നു, ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴേ ഇല്ല, കുറച്ചുകൂടെ കഴിയട്ടെന്ന് വെച്ചു. ഇത് നോർമലി നമുക്ക് ക്രോമായിരുന്നു വരുന്നത്. ഇതിനകത്ത് ഈ ഫോർച്യൂണർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് ലൈറ്റ് ഉള്ളതാണ് ഇത് വരുന്നത്. ഇത് ബ്രേക്ക് ഔട്ടുമ്പോൾ ഇത് ഫുള്ള് റെഡ് കത്തും. പിന്നെ റിവേഴ്സ് ഇടുമ്പം ഇത് എന്നാ പറയുന്നത് വൈറ്റ് അതിനകത്തിൽ വരും. ഇപ്പം അത്യാവശ്യം നമുക്ക് MVDയുടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആരും അങ്ങനെ കൈയൊന്നും കാണിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ വീലെല്ലാം അകത്ത് തന്നെ നമ്മളിപ്പോൾ ഇത്രയും പണിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലീഗലിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വർക്ക് ആണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ട്രിവാൻഡ്രത്തു നിന്ന് നമ്മൾ ഇപ്പം ബ്ലാക്ക് സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ഇപ്പം പുതിയ ടോപ്പ് എൻഡിന് ഇറങ്ങുന്നുണ്ട് ബ്ലാക്ക്. അതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 18 മോഡൽ സ്വിഫ്റ്റ് വന്ന് ഫുൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഉടൻ തന്നെ നമുക്ക് ആ ഒരു വണ്ടി ഇറങ്ങും. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ഒരു വൈറ്റ് പോളോ ഉണ്ടായിരുന്നു. അവന് ഇവിടെ അടൂർ ഡയാന ഹോട്ടലിൻ്റെ ഓണറാണ്, നമ്മുടെ ഫ്രണ്ട് തന്നെ ഷോൺ എന്ന് പറഞ്ഞാൽ. അവന് US പോയപ്പോൾ അവിടെ ഒരു ലംബോർഗിനിയുടെ കളറ്, ഒരു ഗ്രീൻ കളർ കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഫോട്ടോ കാണിച്ച് ഇത് അടിച്ചു തരാമോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചോദിച്ചായിരുന്നു. അപ്പം നമ്മുടെ ബ്രദറുണ്ട്, ഞങ്ങൾ 2 പേരുടെ പോയിട്ട് ആ ഫോട്ടോ നോക്കി കളർ മിക്സ് ചെയ്ത് അതിനൊരു കോഡ് ഉണ്ടാക്കി അത് അവൻ അടിച്ചു കൊടുത്തു. അങ്ങനെ കുറേ വർക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.